إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസം പടിവാതിലിൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ മഹത്തായ മാസത്തിലേക്ക് നാം നീങ്ങുകയാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ് പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഈ റമദാൻ ആഗതമാകുന്ന സമയത്ത് ഇതിനെ സ്വീകരിക്കാനും ഇതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുമൊക്കെ പല ആളുകളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഇനി ഈ റമദാനിനെ സ്വീകരിക്കാൻ ഇതാ നമ്മളൊക്കെ തയ്യാറായി നിൽക്കുന്നു എങ്കിൽ അടുത്ത റമദാൻ വരുമ്പോൾ ആ റമദാനിനെ സ്വീകരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ടാകും എന്നും നമുക്കറിയുകയില്ല. എന്തിനധികം ഈ റമദാൻ തന്നെ എത്ര പേർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും, എത്ര പേർ ആ റമദാനിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും, ആർക്കും അറിയുകയില്ല. കാരണം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു ആ രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നത്. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അല്ലാഹു തആല കൃത്യമായി നമ്മോട് പറഞ്ഞു,
വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ വമാ കാന ലഹുമുൽ ഖിയറ. റബ്ബാണ് ഇവിടെ ആളുകളെ പടക്കുന്നതും ആളുകളെ സൃഷ്ടിക്കുന്നതും ഏത് രൂപത്തിലൊക്കെ ആവണമെന്ന് തെരഞ്ഞെടുക്കുന്നതും റബ്ബാണ്. അല്ലാതെ വമാ കാന ലഹുമുൽ ഖിയറ, ആളുകൾക്ക് അതിലൊരു ഇഷ്ട അനുസരണമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നാം ഇവിടെ ദുന്യാവിൽ എത്ര കാലം ജീവിക്കണം, നാം ഏത് രൂപത്തിൽ ഇവിടെ പിറന്നു വരണം എന്നൊക്കെ അല്ലാഹു തആല അത് തീരുമാനിക്കുകയും കണക്കാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും തീരുമാനമെടുക്കാനോ എന്റെ കാര്യം ഞാനൊന്ന് തീരുമാനിക്കട്ടെ എന്ന് വെക്കാനോ നമുക്കാർക്കും അതിലൊന്നും ഒരധികാരവുമില്ല. ഈ രൂപത്തിലാണ് മനുഷ്യന്റെ ജീവിതം അല്ലാഹു ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടുത്ത റമദാൻ വരെ നിർബന്ധമായും ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പായി പറയാൻ നമ്മിൽ ആർക്കാണ് സാധിക്കുക? ആർക്കും സാധിക്കുകയില്ല. കാരണം നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതൊക്കെ റബ്ബിന്റെ കയ്യിലാണ്. എത്ര കാലം ഇവിടെ ജീവിക്കണമെന്ന് റബ്ബ് തീരുമാനിക്കും. എത്ര നോമ്പ് നമുക്ക് നോൽക്കാൻ അനുവാദം ഇവിടെ കിട്ടുമെന്നതൊക്കെ റബ്ബിന്റെ അടുത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ സ്വീകരിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഓരോ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ടത്. കാരണം അടുത്ത റമദാൻ വരുമ്പോൾ അതിനെ സ്വീകരിക്കാനും അതിൽ വേണ്ട രൂപത്തിലൊക്കെ മുന്നോട്ട് നീങ്ങാനും നമുക്ക് സാധിക്കുമോ എന്നൊന്നും നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. ഈ റമദാൻ പോലും എത്ര നമുക്ക് ആയുസ്സുണ്ട് എന്നതും നമുക്കാർക്കും തീരുമാനിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. അതുകൊണ്ട് ഓരോ റമദാൻ ലഭ്യമാകുമ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഓരോ വിശ്വാസികൾക്കും ചെയ്യാനുള്ളത്. ഇവിടെയാണ് ചില കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമുക്ക് റമദാനിലേക്ക് തയ്യാറെടുക്കാൻ നിൽക്കുകയാണ്. വീടുകളിലൊക്കെ റമദാനിലേക്ക് തയ്യാറെടുക്കാനുള്ള പല രൂപങ്ങളും കഴിഞ്ഞുപോയി ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. പള്ളികൾ അതിനനുസരിച്ച് സജ്ജീകരിക്കുന്നു, വീടുകൾ അതിനനുസരിച്ച് സജ്ജീകരിക്കുന്നു. നമുക്കറിയാം, നനച്ചുകുളി എന്ന പേരിലൊക്കെ നമ്മുടെ നാട്ടിലൊരു സമ്പ്രദായം നടക്കാറുണ്ട്. റമദാൻ അടുത്തു വരുമ്പോൾ വീട്ടിലുള്ള വാതിലുകളും അതുപോലെയുള്ള കട്ടിലുകളുമൊക്കെ കഴുകി വൃത്തിയാക്കി വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും പുറത്തേക്ക് എടുത്തു വെച്ച് കഴുകി നന്നാക്കി, അതുപോലെ ധാന്യങ്ങളും പൊടികളുമൊക്കെ പൊടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ അതൊക്കെ സജ്ജീകരിച്ചു. എണ്ണകളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ഭക്ഷണപാനീയങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും വീട്ടിൽ സജ്ജീകരിച്ചുകൊണ്ട് നമ്മളൊക്കെ റമദാനിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടത്, ഇതൊക്കെ നാം ചെയ്യുന്നതോടൊപ്പം റമദാനിനെ സജ്ജീകരിക്കാനുള്ള ഒരു ആത്മീയമായ തയ്യാറെടുപ്പിൽ നമ്മളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഈ കുറഞ്ഞ സമയത്ത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടുകൂടെയായിരിക്കണം നമ്മളൊക്കെ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. എങ്കിൽ മാത്രമേ റമദാനിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏത് കാര്യവും അങ്ങനെയാണ്. ഒരു മുന്നൊരുക്കത്തോടുകൂടി ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴാണ് ആ കാര്യം വേണ്ട രൂപത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു യാത്രക്കാരൻ യാത്ര പോകുമ്പോൾ ആ യാത്രക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും മുൻകൂട്ടി തയ്യാറെടുത്തുകൊണ്ട് ആ യാത്രയിലേക്ക് അവൻ പുറപ്പെട്ടാല് അവൻ ആ കൃത്യമായ രൂപത്തിൽ അവനുദ്ദേശിച്ച രൂപത്തിൽ ആ യാത്ര പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാൽ അതിനുള്ള ന്യൂനതകളൊക്കെ അതിലുണ്ടാകും. എന്തെങ്കിലും രേഖകൾ യാത്രയിൽ മറന്നുപോയാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തയ്യാറെടുക്കാതെ അങ്ങോട്ട് യാത്ര പോയാൽ അതിന്റെ ന്യൂനതകൾ അതിൽ കാണാൻ സാധിക്കും. ഇത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കൃത്യമായി കുട്ടികളോട് ഞാൻ എന്തൊക്കെ പഠിപ്പിക്കണം എന്നുള്ള ഒരു രൂപം അയാൾ മുൻകൂട്ടി തയ്യാറാക്കി അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ കൃത്യമായി അയാൾക്കത് ക്ലാസ് എടുക്കാനും ആ കുട്ടികൾക്ക് വേണ്ട രൂപത്തിൽ ആ അധ്യാപകന്റെ അധ്യാപനം കൊണ്ട് കാര്യം കിട്ടുകയുള്ളൂ. ഇതേ രൂപമാണ് ഏത് വസ്തുക്കൾ, ഏത് കാര്യങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചാലും മുൻകൂട്ടി കൊണ്ട് ഒരു കാര്യം തീരുമാനിച്ച് അതിലേക്ക് ഇറങ്ങുമ്പോൾ ആ കാര്യത്തിന് ഒരു പ്രത്യേകമായ സ്ഥാനവും ഒരു പ്രത്യേകമായ പൂർണ്ണതയും അതിൽ ലഭ്യമാവും. ഇതുപോലെയാണ് റമദാൻ എന്നുള്ളത്. കൃത്യമായ റമദാൻ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ ആയിരിക്കണം നാം റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. എങ്കിലാണ് ആ റമദാനെ കൃത്യമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടിലൊക്കെ ഒരു കല്യാണം വരുന്നുണ്ടെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു സൽക്കാരമുണ്ട് എന്ന് കണ്ടാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുള്ള ഒരു പ്ലാനിങ്ങുകളൊക്കെ നമ്മൾ നടത്തും. എന്തിനാണ് അങ്ങനെ പ്ലാനിങ് നടത്തുന്നത്? അങ്ങനെ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വേണ്ട രൂപത്തിലാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ള ന്യൂനത അതിൽ കാണാൻ തന്നെ സാധിക്കും. അതുകൊണ്ടാണ് ആളുകളൊക്കെ എന്തെങ്കിലും ഒരു പ്രധാന കാര്യം വരുമ്പോൾ അതിനൊരു പ്ലാനിങ് നടത്തുന്നത്.
എന്നതുപോലെ റമദാൻ നമ്മളുടെ മുന്നിലേക്ക് ഇതാ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മിലേക്ക് ആ റമദാൻ കടന്നു വരികയാണ്. ആ സമയത്ത് നമ്മൾ അതിലേക്ക് മുന്നോടിയായിട്ട് അതിന്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ പല പ്ലാനിങ്ങുകളും നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിൽ അത്യാവശ്യമായ ഒന്നാണ് ചില നിയ്യത്തുകളാണ് നമുക്ക് ആദ്യമായി ഉണ്ടാവേണ്ടത്. എന്താണ്? ഞാൻ ഇന്ന രൂപത്തിലൊക്കെ പ്രവർത്തിക്കുമെന്നുള്ള ഒരു നിയ്യത്ത് നമുക്ക് റമദാനിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കത് ഉണ്ടാവണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ഹദീസിൽ നമുക്ക് കാണാം, മൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹ കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനത്തൻ കാമില. ഒരാൾ ഒരു ഹസനത്ത് കരുതുന്നു, ഒരു നന്മ ഈ റമദാൻ വരുമ്പോൾ ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്നയാൾ കരുതി വെക്കുന്നു. എങ്കിൽ അങ്ങനെ കരുതി, പക്ഷെ അത് ചെയ്യാൻ അയാൾക്ക് സാധിച്ചില്ലെങ്കിൽ പോലും കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനത്തൻ കാമില, അതിനെ അല്ലാഹു തആല അവന്റെ അടുക്കൽ ഒരു പൂർണ്ണമായ ഹസനത്തായിട്ട്, ഒരു നന്മയായിട്ട് അയാൾ അത് ചെയ്തില്ലെങ്കിലും അയാൾക്ക് അതിനെ അല്ലാഹു തആല എഴുതി വെക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഫൈൻ ഹുവ ഹമ്മ ബിഹാ ഫഅമിലഹ, ഒരാൾ അത് കരുതി വെച്ചു എന്നിട്ട് അതുപോലെ അവിടെ ചെയ്യുകയും ചെയ്താൽ കതബഹല്ലാഹു ലഹു ഇൻദഹു ഹശറ ഹസനാത്തിൻ, 10 ഹസനത്ത് നൽകിയ ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു അവന് വേണ്ടി അത് എഴുതി വെക്കും. ഇലാ 700 ഇരട്ടി വരേക്കും അതിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും. ഇലാ അദ്വാഫിൻ കസീറ, 700 എന്ന് വെക്കേണ്ട അധികരിച്ചതായ ധാരാളം ഇരട്ടിയിലേക്ക് ആ പ്രവൃത്തി അല്ലാഹു തആല പ്രതിഫലമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഒരു ഹസനത്ത് നമ്മൾ കരുതിയാൽ തന്നെ ആ കരുതിയതിനൊക്കെ നമുക്ക് ഒരു ഹസനത്തിന്റെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിലേക്ക് നാം കടക്കുമ്പോൾ നാം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള ഒരു കരുത്ത് നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം. ഒന്നാമതായി നാം കരുതേണ്ടത് തന്നെ ഈ റമദാനിലേക്ക് ഞാൻ കടക്കുമ്പോൾ ഈ പരിശുദ്ധമായ റമദാൻ പൂർണ്ണമായി ഞാൻ ഉപയോഗപ്പെടുത്തുമെന്നുള്ള ഒരു മനസ്സാണ്, ആ ഒരു നിയ്യത്താണ് നമുക്ക് ആദ്യമായി ഉണ്ടാവേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സത്യത്തിൽ ആളുകളെ നമ്മൾ പരിശോധിച്ചാൽ 3 രൂപത്തിൽ ആളുകളെ നമുക്ക് റമദാനിൽ കാണാൻ സാധിക്കും. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് റമദാൻ ആഗതമായി എന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരു ചലനവും ഒരു മാറ്റവും ഇല്ലാത്തൊരു വിഭാഗം ആളുകളാണ്. അത് നമുക്ക് കാണാം, പല ആളുകളെയും അങ്ങനെ കാണാം. അയാൾക്ക് റമദാൻ ആയാലും ശവ്വാലായാലും ശഅബാൻ ആയാലും എല്ലാം അയാൾക്ക് കണക്കാണ്. ജീവിതത്തിൽ പ്രത്യേകമായ ഒരു മാറ്റങ്ങളൊന്നും അയാൾക്കില്ല. ഇങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്, അധപതനത്തിന്റെ അങ്ങേയറ്റമുള്ള ആളുകളാണവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, റമദാനിൽ ഒരു മനുഷ്യന് നന്നാവണമെന്നുള്ള ചിന്ത വരുന്നില്ല എങ്കിൽ പിന്നെ ഏത് സമയത്താണ് അയാൾക്ക് നന്നാവാൻ തോന്നുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആളുകളെല്ലാം യഥേഷ്ടമായി പള്ളികളിൽ വരുന്നു, ഖുർആൻ പാരായണം നടത്തുന്നു. ഇതൊക്കെ കണ്ടിട്ടും നന്നാവാനുള്ള ഒരു മനസ്സൊരാൾക്ക് വന്നില്ല എങ്കിൽ പിന്നെ ജീവിതത്തിൽ എപ്പോഴാണ് അയാൾക്ക് നന്നാവാനുള്ള ഒരു അവസരമുള്ളത്? അതുകൊണ്ട് ഒരു വിഭാഗം അങ്ങനെയുള്ള ആളുകളാണ്. ഒരു ചലനവും അവരുടെ ജീവിതത്തിൽ റമദാൻ കൊണ്ട് അവരിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉള്ള ഒരു വിഭാഗം, എല്ലാ ഖൈറുകളും പ്രവാചകൻ പറഞ്ഞതുപോലെ എല്ലാ ഖൈറുകളും തടയപ്പെട്ട ഒരു വിഭാഗമായിരിക്കും അവർ. രണ്ടാമത് മറ്റൊരു വിഭാഗമുണ്ട് ആളുകളുടെ ഇടയിൽ. രണ്ടാമത്തെ മറ്റൊരു വിഭാഗത്തെ നമുക്ക് കാണാം. അതാരാണ് എന്ന് ചോദിച്ചാൽ തുടക്കത്തിലെ ആവേശക്കാരാണ്. തുടക്കത്തിൽ വലിയ ആവേശമായിരിക്കും, പള്ളികളിലൊക്കെ നിറഞ്ഞിരിക്കും, ഖുർആൻ എടുത്ത് ഏത് സമയവും കയ്യിൽ ഖുർആനൊക്കെ ഉണ്ടാകും. അതുപോലെ തറാവിസ്കാരത്തിന് നോക്കിയാൽ ആളുകൾക്ക്, പിന്നീട് വരുന്ന ആളുകൾക്ക് പോലും പള്ളിയിൽ നിൽക്കാൻ സ്ഥലമുണ്ടാവുകയില്ല. അതിന് മാത്രം പള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലുള്ള തറാവിഹും, അതുപോലെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ പള്ളിയിൽ വന്നിരുന്ന് സ്ഥലങ്ങൾ ഫുള്ളാക്കുന്ന, സഫുകൾ ഫുള്ളാക്കുന്ന രൂപത്തിലുള്ള ചില ആളുകൾ. എന്നാൽ അവര് രാത്രി നിസ്കാരത്തിന് അവർ സജ്ജരാണ്. ആ രൂപത്തിൽ തന്നെ അവര് ജമാഅത്ത് നിസ്കാരത്തിന് കൃത്യമായി പങ്കെടുക്കുന്നു. ഈ രൂപങ്ങളൊക്കെ കാണാം. പക്ഷേ ഇതൊക്കെ തുടക്കത്തിൽ കുറച്ച് ദിവസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില ആളുകളുണ്ട്. അഥവാ റമദാനിന്റെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു ആവേശം അവരിൽ കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പഴയപടിയിലേക്ക് തന്നെ പോയി, പള്ളികളിലൊക്കെ ആളുകൾ കുറവായി, ഖുർആനൊന്നും എടുത്തു നോക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളെയും നമുക്ക് കാണാം. മൂന്നാമത് മറ്റൊരു വിഭാഗം ആളുകൾ, അഥവാ അവർ ഏത് രൂപത്തിലാണോ ആദ്യത്തിൽ അവരെ എന്തൊരു രൂപത്തിലുള്ള ആവേശത്തോടുകൂടെയാണോ റമദാനിലേക്ക് കടന്നു വന്നത് എങ്കിൽ അതേ ആവേശം, അതേ രൂപത്തിലുള്ള അവരുടെ ഇബാദത്തുകളുമായി റമദാൻ കഴിയുന്നത് വരേക്കും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു വിഭാഗം. യഥാർത്ഥത്തിൽ വിശ്വാസികൾ ചെയ്യേണ്ടത് ഈ ഒരു വിഭാഗത്തിന്റെ പ്രവൃത്തിയാണ്.
അഥവാ റമദാനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്ത് ആവേശമാണോ ഉള്ളത്, ആ ആവേശമായിരിക്കണം റമദാനിൽ നിന്ന് വിട പറയുന്നത് വരേക്കും ഇബാദത്തിലും മറ്റുമായിട്ട് നമ്മൾ ആ രൂപത്തിലാണ് പെരുമാറേണ്ടത്. അവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. റമദാൻ കൊണ്ട് നേട്ടമുണ്ടാക്കുന്നതും അങ്ങനെയുള്ള ആളുകളാണ്. അതുകൊണ്ട് റമദാനിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുമെന്നുള്ള ഒരു മനസ്സാണ് ആദ്യമായി നമുക്കുണ്ടാവേണ്ടത്. രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ റമദാനിൽ ഒരൊറ്റ ജമാഅത്തും എന്നിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല എന്നൊരു ചിന്ത നാം നമ്മുടെ മനസ്സിൽ ആദ്യം കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നാം അങ്ങനെയുള്ള ഒരു നിയ്യത്ത് ആദ്യം തന്നെ എടുക്കണം. ഏത് ജമാഅത്ത് നിസ്കാരമായാലും ഏത് ജോലിയിലായാലും എന്റെ ജമാഅത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു രൂപവും ഈ റമദാനിൽ ഞാൻ ഉണ്ടാക്കുകയില്ല. പള്ളിയിൽ ജമാഅത്തിന് ബാങ്ക് കൊടുത്തു ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ പള്ളിയിലെത്തി ആ കൃത്യമായി 1-ാം റക്അത്തിൽ തന്നെ ഞാൻ ഇമാമിന്റെ കൂടെ പങ്കെടുക്കുമെന്നുള്ള ഒരു നിയ്യത്ത് നാം ആദ്യം ചെയ്താൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. മറിച്ച് ആദ്യം ഒരു ദിവസം കുറച്ച് വൈകും, പിന്നെ ഏതായാലും ഇന്നലെ വൈകി ഇനി ഇന്നും വൈകട്ടെ എന്ന രൂപത്തിൽ ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുന്ന പല ആളുകളുമുണ്ട്. അതും നമുക്ക് റമദാനിൽ കാണാൻ സാധിക്കും. അതിനൊക്കെ കാരണം, പ്രധാനമായ കാരണം ഈ ഒരു നിയ്യത്ത് അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് നമുക്കറിയാം ഏത് പള്ളിയിലും കൃത്യമായ രൂപത്തിലാണ്. കുറച്ച് മുമ്പത്തെ അവസ്ഥ പോലെയല്ല ഇന്ന് പള്ളികളിലൊക്കെ കൃത്യമായി നിസ്കാര സമയങ്ങൾ കാണിക്കുന്നുണ്ട്. ആ കൃത്യസമയത്ത് തന്നെ നിസ്കാരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ വരാൻ കാത്തിരിക്കുകയോ മറ്റോ ചെയ്യുന്ന അവസ്ഥയല്ല പള്ളികളിലുള്ളത്. എല്ലാ പള്ളികളിലും ഇഖാമത്തെല്ലാം കറക്റ്റായ സമയത്ത് ഇഖാമത്ത് കൊടുക്കുന്നു, ആ സമയത്ത് നിസ്കരിക്കുന്നു. അപ്പൊ ജോലികളിലുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടത് ഇന്ന സമയത്ത് പള്ളിയിൽ ജമാഅത്ത് നടക്കാൻ തുടങ്ങുന്ന സമയമാണ്, എന്റെ ജോലി ഞാൻ അതിനനുസരിച്ചൊന്ന് ക്രമീകരിക്കണം, എന്നിട്ട് ആ സമയം ഞാൻ പള്ളിയിലെത്താൻ ശ്രദ്ധിക്കട്ടെ എന്ന ഒരു മനസ്സ് നമ്മുടെ മനസ്സിലുണ്ടായാൽ, ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായാൽ ഒരൊറ്റ ജമാഅത്തും നഷ്ടപ്പെടുത്താതെ നമുക്ക് നിസ്കരിക്കാൻ സാധിക്കും. അതും റമദാനിൽ പ്രത്യേകമായി നാം നിയ്യത്ത് വരേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത് മറ്റൊന്ന് നാം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ഫർള് നിസ്കാരത്തിന്റെയും മുമ്പും ശേഷവുമൊക്കെ റവാത്തിബ് സുന്നത്ത്, മുഅക്കദായ റവാത്തിബ് സുന്നത്ത് തന്നെ ധാരാളമുണ്ട്. അതുകൊണ്ട് ആ റവാത്തിബ് സുന്നത്തൊക്കെ റമദാനിൽ നാം അനുഷ്ഠിക്കുമ്പോൾ അതിന് പ്രത്യേകമായ പ്രതിഫലവും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നന്മകളൊക്കെ പരമാവധി വർദ്ധിപ്പിക്കാനാണ് ഫർള് നിസ്കാരത്തിന് ശേഷം ലുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ലുഹറിന്റെ ശേഷം 2 റക്അത്ത്, അതുപോലെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ശേഷം ഈ 2 റക്അത്ത്, സുബഹിന്റെ മുമ്പ് 2 റക്അത്തൊക്കെ ബലമായ സുന്നത്തുകളാണ്, മുഅക്കദായ സുന്നത്തുകളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഈ റമദാനിൽ ഒഴിവാവാതിരിക്കാൻ ആ റവാത്തിബ് സുന്നത്തൊക്കെ ഞാൻ നിർവഹിക്കുമെന്ന് അങ്ങനെയുള്ള ഒരു നിയ്യത്ത് നമ്മൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരിക. എങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. അതാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ പാരായണത്തിന്റെ കാര്യമാണ്. ഈ റമദാൻ വരുമ്പോൾ എത്ര ഖത്മാണ് ഞാൻ തീർക്കേണ്ടത് എന്ന് ആദ്യം നമ്മൾ ഒരു മുൻകൂട്ടി ഒരു പ്ലാൻ നമ്മൾ കണ്ടുവെക്കണം. റമദാനിൽ 2 ഖത്തം എനിക്ക് തീർക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ 3 ഖത്തം തീർക്കാൻ സാധിക്കുമോ? ഇനി അതൊന്നും കഴിയില്ല എങ്കിൽ 1 ഖത്തമെങ്കിലും ഖുർആൻ ഒരു തവണയെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ എത്തിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിച്ച് ആ ഒരു രൂപത്തിൽ 1 ഖത്തമെങ്കിലും തീർക്കാൻ നമ്മൾ മുൻകൂട്ടി പ്രതിജ്ഞ എടുത്തു വെച്ചാൽ അത് ഓതി തീർക്കുക ഒരു പ്രയാസവുമല്ല. കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തിയാൽ തീരാ മാത്രമേ ഒരു ജുസ് എന്ന് പറയുന്നതുള്ളൂ. അതുകൊണ്ട് അതും നമുക്ക് തീരണമെങ്കിൽ നാം ഒരു മുൻകൂട്ടി ഒരു പ്ലാൻ അതിനും വേണ്ടി കാണണം. എങ്കിലേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. മറിച്ച് ആദ്യത്തെ 1-2 ദിവസങ്ങളൊക്കെ ഒഴിഞ്ഞിരുന്ന് പലരും ഖുർആനൊക്കെ ഓതും. പക്ഷേ 3 ദിവസവും 4 ദിവസവും അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഖുർആൻ ഓതാൻ ഒന്നുകിൽ മടി വരുന്നു, അല്ലെങ്കിൽ ജോലി തിരക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവർ പിന്മാറുന്നു. ഇതൊക്കെ പലർക്കും സംഭവിക്കാറുണ്ട്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ഖത്തം തീർത്ത ആളുകളുണ്ട്. എന്നാൽ 1 ഖത്തം പോലും തീർക്കാൻ സാധിക്കാത്തയും ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? കൃത്യമായൊരു നിയ്യത്ത് നമുക്കില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ റമദാനിലെങ്കിലും ഞാൻ 1 ഖത്തം നിർബന്ധമായും ഓതി തീർക്കുമെന്നുള്ള ഒരു നിയ്യത്ത് നാം മനസ്സിലെടുത്താൽ അത് ഓതി തീർക്കൽ ഒരു പ്രയാസമാവുകയില്ല. അതും നമ്മൾ പ്രത്യേകമായി കാണുക. പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകളോടാണ് പറയാനുള്ളത്. വീട്ടിലുള്ള സ്ത്രീകൾ ജോലിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന അവസ്ഥ റമദാനിൽ ഉണ്ടാവരുത്. വീട്ടിലെ ജോലിയൊക്കെ നാം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ജോലി തന്നെ എന്ന രൂപത്തിലായി മാറരുത് നമ്മുടെയൊക്കെ ചിന്ത. മറിച്ച് നമുക്കൊക്കെ പരലോകത്തേക്ക് പോവാനുള്ളതാണ്. എന്റെ മീസാനിലേക്ക് എന്തെങ്കിലും എത്തണമെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ബോധം ഓരോ ആളുകൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവണം.
എങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ പലതും ചെയ്യാൻ നമുക്ക് സാധിക്കും. ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കും, അതുപോലുള്ള ദിക്റുകൾ ചെല്ലാൻ സാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളെ കാര്യം എടുത്തു പറയാൻ കാരണം, സ്ത്രീകൾക്ക് പലപ്പോഴും ഖുർആൻ ഓതാൻ സാധിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാതിരിക്കും. അതുകൊണ്ട് ഉള്ള സമയം അവർ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകമായി സ്ത്രീകൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് അവരും ഈ സമയത്ത് എനിക്ക് റമദാനിൽ ഞാൻ എങ്ങനെയൊക്കെ നീങ്ങണം എന്നുള്ളത് മുൻകൂട്ടി ഒരു പ്ലാൻ തയ്യാറാക്കിയാൽ ഇതൊന്നും ഒരു പ്രയാസമായി മാറുകയില്ല. അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, റമദാൻ മാസം ആഗതമാകുന്നുണ്ട്. അതുകൊണ്ട് നാവ് കൊണ്ടാണ് പലപ്പോഴും മനുഷ്യർ തെറ്റുകൾ കൂടുതലായി വരുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അക്സറു ഖതായ ഇബ്നി ആദം മിൻ ലിസാനി, നാവ് കൊണ്ടാണ് മനുഷ്യന്റെ കൂടുതൽ തെറ്റുകളും വരുന്നത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊക്കെ ചിന്തിച്ചാലും നമുക്കറിയാം, നമ്മുടെയൊക്കെ നാവുകൾ കൊണ്ട് തന്നെയാണ് കൂടുതൽ തെറ്റും ചെയ്യുന്നത്. ഒരുപക്ഷെ കൈ കൊണ്ട് ഇന്നൊരു തെറ്റും ചെയ്യാത്ത ആൾ, അല്ലെങ്കിൽ കാലുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ആൾ, അല്ലെങ്കിൽ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളെ കൊണ്ടോ ഒരു തെറ്റും ചെയ്യാത്ത ആളായിരിക്കും. എങ്കിൽ നാവ് കൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റയാൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. അതുകൊണ്ട് നാവിനെ പ്രത്യേകമായി സൂക്ഷിക്കുക എന്നതാണ് റമദാൻ മാസം വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മറ്റൊരു മാർഗം. അഥവാ ഗീബത്ത്, നമീമത്ത്, കളവ്, അനാവശ്യ സംസാരങ്ങൾ, അതിൽ നിന്നൊക്കെ നാവിനൊന്ന് മാറ്റിവെക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ തന്നെ കാണാം, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദ തആമഹു വശറാബ. അനാവശ്യ വാക്കുകളും പ്രവർത്തികളും ഒന്നും ഒരാളും ഒഴിവാക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിനിക്കൊരാവശ്യവുമില്ല. അവന്റെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് നോമ്പെടുക്കുന്നതിൽ അള്ളാഹുവിനിക്കൊരാവശ്യവുമില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാതിരുന്നാൽ നാം നോമ്പെടുക്കുന്നുണ്ടാകും, ആ നോമ്പിന്റെ പ്രതിഫലമൊക്കെ മറ്റുള്ളവരുടെ റെക്കോർഡിലേക്ക് മാറിപ്പോകുന്നുണ്ടാകും. ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതും നോമ്പിലേക്ക് കടക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നോമ്പിൽ പ്രധാനമായി പ്രവാചകൻ സുന്നത്താക്കിയ കാര്യമാണ് നോമ്പ് തുറപ്പിക്കുക എന്ന കാര്യം. നോമ്പ് തുറപ്പിക്കുന്നതിന് വലിയ പ്രതിഫലമാണ് ഇസ്ലാമിൽ ഉള്ളത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക. പ്രവാചകൻ പറയുന്നത് കാണാം, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രി. ഒരാൾ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അയാൾ നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം തന്നെ ഇയാൾക്ക് ലഭിക്കും. അയാളുടെ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയുകയുമില്ല. ആ രൂപത്തിൽ ഇയാൾക്ക് ലഭിക്കുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംബന്ധമായി നമ്മോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് നോമ്പുതുറ പല പള്ളികളിലും നോമ്പുതുറകളൊക്കെ നടത്തുന്നുണ്ടാവും. അപ്പൊ നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നോമ്പുതുറയിലേക്ക് ആവശ്യമായ സാമ്പത്തികമായ സഹായം നമ്മൾ ചെയ്തു കൊടുത്താൽ അതും നാം നോമ്പ് തുറപ്പിച്ച പ്രതിഫലമാണ് അതിനുണ്ടാവുക എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ കൃത്യമായി ഓരോ പ്ലാനുകൾ ചെയ്തുകൊണ്ട് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കാനാണ് നാം ഈ സമയമൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുപോലെ ഇത്ര സംഖ്യ എന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ സദക്കയായി നൽകും. റമദാൻ മാസത്തിലെ സദക്ക എന്ന് പറയുന്നത് പ്രത്യേകമായ പ്രതിഫലമുള്ളതാണ്. അതുകൊണ്ട് ഇത്ര സംഖ്യ ഈ റമദാൻ മാസത്തിൽ ഞാൻ സംഭാവനയായി സദക്കയായി പാവങ്ങളെ നോക്കിയിട്ട് ഞാൻ കൊടുക്കുമെന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ മാത്രമേ അത് നമുക്ക് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ടത് സക്കാത്തിനെ കുറിച്ചല്ല ഈ പറയുന്നത്. സക്കാത്ത് എന്ന് പറയുന്നത് സാമ്പത്തികമായി എല്ലാവർക്കും ബാധ്യതയുള്ള കാര്യമാണ്. അതല്ലാത്ത രൂപത്തിലുള്ള അതിന് നോമ്പുമായി ഒരു ബന്ധമൊന്നുമില്ല. നമ്മുടെ സമ്പത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിന് വർഷം തികയുമ്പോൾ നാം കൊടുക്കേണ്ടതാണ്. അല്ലാതെ അത് നോമ്പുമായി ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് റമദാനിൽ പ്രത്യേകമായി സദക്കകൾ നൽകുക എന്നത് പുണ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ സദക്ക നിർവഹിക്കാനും നമ്മളൊക്കെ തയ്യാറാവുക. ഇങ്ങനെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി നമ്മൾ നോമ്പിലേക്ക് കടന്നാൽ ആ നോമ്പ് വേണ്ട രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഹൃദയവിശുദ്ധിയോടുകൂടെ ആയിരിക്കണം നോമ്പിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കേണ്ടത്. ഹൃദയം ശുദ്ധിയാവുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്.
അതുണ്ടാകുമ്പോഴാണ് മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നന്നായി വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഓർമ്മപ്പെടുത്തി, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ മാംസകഷ്ണം നന്നായാൽ ശരീരം മുഴുവൻ മൊത്തത്തിൽ നന്നായിട്ടുണ്ടാകും. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, ആ മാംസകഷ്ണത്തിന് എന്തെങ്കിലുമൊക്കെ തകരാറ് മോശത്തരം വന്നിട്ടുണ്ട് എങ്കിൽ ശരീരം മുഴുവൻ മോശത്തിലായി മാറും. പ്രവാചകൻ പഠിപ്പിച്ചു, അലാ വഹിയൽ കൽബ്, അറിയണം അത് ഹൃദയമാണ്. ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ടായിരിക്കണം നമ്മളൊക്കെ റമദാനിലേക്ക് കടക്കേണ്ടത്. ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള വിദ്വേഷവും പകയുമൊക്കെ വെച്ചുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുന്ന ഒരു രൂപമാവരുത് വിശ്വാസികളാകുന്ന നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. മറിച്ച് നമ്മളൊക്കെ ഹൃദയം ക്ലിയറാക്കിയിട്ട്, പ്രവാചകൻ പഠിപ്പിക്കുന്ന ഹദീത്തിൽ തന്നെ നമുക്കത് കൃത്യമായി കാണാൻ സാധിക്കും. ഹൃദയവിശുദ്ധിയാണ് ഒരു മനുഷ്യന്റെ അഅ്മാലുകൾ സ്വീകരിക്കുന്നതിൽ പോലും അല്ലാഹു തആല പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഹൃദയം ശുദ്ധിയാക്കിക്കൊണ്ടായിരിക്കണം നമ്മളൊക്കെ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. എങ്കിലാണ് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ആ നോമ്പ് കൃത്യമായി സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് ആ രൂപത്തിൽ എന്തു പറഞ്ഞാലും ആ ഒരു രൂപം മാറ്റുകയില്ല എന്നൊരു ചിന്താഗതിയോടുകൂടി ആരും ഒരിക്കലും സഹോദരന്മാരെ റമദാനിലേക്ക് പ്രവേശിക്കരുത്. നമുക്കൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് കരുണ ചെയ്യുന്നതിന് നാം എന്തിനാ പിശുക്ക് കാണിക്കുന്നത്? മറ്റുള്ളവരെ നമ്മെ എന്തെങ്കിലും അതിന് മാപ്പ് കൊടുക്കുന്നതിൽ നാം എന്തിന് വൈമനസ്യം കാണിക്കണം? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഒരു അല്പകാലം മാത്രമേ നമ്മളൊക്കെ ഈ ദുന്യാവിൽ ഉണ്ടാവുകയുള്ളൂ. അത് ചിന്തിച്ചാൽ മറ്റുള്ളവർ നമ്മോടെന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതൊക്കെ ഒരു മാപ്പാക്കുന്നതിൽ നാം ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ആ ഒരു രൂപത്തിൽ കൃത്യമായ ഹൃദയശുദ്ധിയോടുകൂടെ നാം റമദാനിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ പ്രവേശിച്ച് റമദാനിൽ സൽക്രമങ്ങളൊക്കെ നടത്താൻ നമ്മൾ പരിശ്രമിക്കുക. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു തആല പറയുന്നത് കാണാം, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള പാപമോചനം കിട്ടുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. സാബിഖൂ, നിങ്ങൾ മുൻകടന്നു വരണം, പിന്നോട്ടായി നിൽക്കരുത്. റമദാൻ ആഗതമാകുമ്പോഴും പല ആളുകളും എങ്ങനെയെങ്കിലും ബാക്കിൽ പോയി നിൽക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ആവരുത്. മറിച്ച് ഹൈറായ കാര്യങ്ങളിലേക്കെല്ലാം മുന്നിട്ട് വരിക. അതാണ് അള്ളാഹു പറയുന്നത്, സാബിഖൂ, നിങ്ങൾ മുൻകടന്നു വരണം, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ ആവശ്യമായ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഒന്ന് വേഗത്തിൽ മുൻകടന്നു വരിക. വജന്നത്തിൻ, സ്വർഗത്തിലേക്ക് നിങ്ങൾ മുൻകടന്നു വരണം. സ്വർഗം ലഭ്യമാകുന്ന കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ മുൻകടന്നു വരണം. എന്താണ് ആ സ്വർഗത്തിന്റെ പ്രത്യേകത? അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, അതിന്റെ പ്രത്യേകത ആകാശഭൂമിയുടെ വിശാലത പോലെയുള്ള സ്വർഗമാണത്. ഉഇദ്ദത്തിലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും യഥാർത്ഥമായി വിശ്വസിക്കുന്ന മുഖ്ലിസീങ്ങളായ ആളുകൾക്ക് തയ്യാറാക്കപ്പെട്ടതുമാണ്. ദാലിക ഫദ്ലുല്ലാഹി, ഇതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യത്താലാണ് ലഭ്യമാകുന്നത്. യൂതീഹി മൻ യശാ, ആ ഔദാര്യം അള്ളാഹു അവനുദ്ദേശിച്ചവർക്കാണ് നൽകുക. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു തആല മഹത്തായ ഔദാര്യം നൽകുന്നവനാണ്. അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ് അത് അവൻ നൽകുക. അതിനുവേണ്ടിയുള്ള പണിയെടുക്കേണ്ടവരാണ് വിശ്വാസികളാകുന്ന നമുക്ക്. അങ്ങനെ നമ്മൾ പണിയെടുക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ തൗഫീഖ് അതിനൊക്കെ ഉണ്ടാവുക. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു നല്ല നിയ്യത്തോടുകൂടി നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെ ഹൈറായ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് റമദാൻ കഴിയുമ്പോഴേക്ക് പൂർണ്ണമായി പാപമുക്തനായി സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്ഥാനം കൈവരിക്കാനുള്ള ഒരു അവസ്ഥാവിശേഷം ഈ നോമ്പിലൂടെയൊക്കെ നേടിയെടുക്കാൻ നമ്മൾ ഇനിയുള്ള സമയം ആ ഒരു രൂപത്തിൽ നമ്മുടെ ചിന്ത പോവട്ടെ എന്നതാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ഹൈറായ കാര്യങ്ങളിലൊക്കെ മുന്നേറാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാ വർഷവും നമ്മുടെ റമദാനിൽ നടത്താറുള്ളത് പോലെ റമദാന്റെ എല്ലാ ഞായറാഴ്ചയും അസറിന്റെ ശേഷം നോമ്പ് തുറയോടുകൂടെയുള്ള ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഞായറാഴ്ച ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയനാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഓരോ ആഴ്ചകളിലും പ്രത്യേകം പണ്ഡിതന്മാർ ക്ലാസ് എടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അസർ നിസ്കാരം കഴിഞ്ഞ് 4:30 തന്നെ ക്ലാസ് ആരംഭിക്കും. ആ ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കാൻ നമ്മൾ കുടുംബത്തോടൊപ്പം പങ്കെടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമെല്ലാം ആ ക്ലാസ്സിൽ പങ്കെടുക്കുക. അങ്ങനെ ആ ക്ലാസ് കേട്ട് വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി നോമ്പ് തുറയോടുകൂടി സമാപിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്.
ആ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ 4 ഞായറാഴ്ചകൾ ഇതേ രൂപത്തിലുണ്ടാകും. ആ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാൻ എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യങ്ങളിൽ മുഴുവൻ പങ്കെടുക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അല്ലാഹു റാഹത്തും ബറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ മുഴുവൻ രോഗങ്ങളും അല്ലാഹു വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أحسن عواقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، وجعل الحياة زيادة لنا في كل خير، وجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا، ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.